ആപ്കി അദാലത്തിൽ അണ്ണാ ഹസേരയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ പോരാട്ടം സമൂഹ പ്രശ്നങ്ങൾക്കും ഉപരിയായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അണ്ണാ സർ, കപിൽ സിബലിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹം പറയുകയാണ്, ലോക്പാൽ ഒരു പക്ഷെ വന്നാൽ പോലും എന്ത് സംഭവിക്കാൻ പോകുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമോ, പാവങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ബെഡ് കിട്ടുമോ, പിന്നെ ആഹാരം 2 നേരം കിട്ടുമോ എന്ന്. ഒരുപക്ഷെ കപിൽ സിബലിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് എന്തിനാണ് വന്നത്? ചുമ്മാ സമയം പോകാൻ വേണ്ടിയോ? അന്ന് തന്നെ പറയായിരുന്നല്ലോ ലോക്പാൽ കാരണം ഒരു പ്രയോജനവുമില്ലെന്ന്, എനിക്ക് വരാൻ കഴിയില്ലെന്ന്. ആവശ്യമില്ലാതെ എന്തിനാണ് 3 മാസം ഡിസ്കഷന് വന്നത്? പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ലേ? ജലം, വൈദ്യുതി, റോഡ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇല്ലേ? ഒരുപക്ഷെ ലോക്പാൽ വന്നാലും എന്ത് മാറ്റമാണ് ഏർപ്പെടുക? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സ്കൂൾ ബോയ് അപ്ലിക്കേഷനും കൊണ്ടുപോകുന്നു. ആ അപ്ലിക്കേഷൻ ഓഫീസിൽ കൊടുക്കുന്നു. അത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് അവൻ്റെ നമ്പറിലേക്ക് SMS വരും. അവന് വീട്ടിലിരുന്നു കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും അവൻ്റെ കാര്യം എത്ര മുന്നോട്ട് പോയെന്ന്. അവൻ വീണ്ടും വീണ്ടും വരേണ്ട കാര്യമില്ല, ഓഫീസിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ട കാര്യമില്ല. ഇത് ലോക്പാൽ വന്നാൽ നടക്കും. ഈ ടെക്നോളജിയിലൂടെ മനുഷ്യന് മാറ്റം ഉണ്ടാവും. സാധാരണ മനുഷ്യർക്ക്, ഒരു സാധാരണ മനുഷ്യന്റെ ആവശ്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. സാധാരണ ജനങ്ങൾ നേരിടേണ്ടി വരുന്ന അഴിമതിയെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് ഗവൺമെന്റ് കേൾക്കുന്നില്ല. ഒരു സാധാരണ മനുഷ്യന്റെ വീടിന്റെ മുന്നിൽ റോഡ് ഉണ്ടാക്കുന്നത് മുതൽ കറണ്ട് കണക്ഷൻ, വാട്ടർ കണക്ഷൻ തുടങ്ങി എല്ലാ മേഖലകളിലും എന്തെങ്കിലും അഴിമതി നടന്നാൽ അതിന്റെ കംപ്ലൈന്റ് ലോക്പാലിലോ ലോകായുക്തയിലോ കൊടുക്കാം. അതിനെപ്പറ്റി എൻക്വയറി നടക്കും. തെറ്റ് ചെയ്ത ഓഫീസറിനും അതുപോലെ രാഷ്ട്രീയക്കാരനും ശിക്ഷ കിട്ടണം. അങ്ങനെ ശിക്ഷ കിട്ടിയാലേ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് പേടി തോന്നുകയുള്ളൂ. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നുള്ളൊരു പേടി അവർക്കുള്ളിൽ ഉറപ്പായും ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നിങ്ങളോട് കൈക്കൂലി ചോദിച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾ റേഷൻ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് കൈക്കൂലി ചോദിക്കും. എന്നാൽ അതിന് സാക്ഷി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. സാക്ഷി ഇല്ലെങ്കിൽ ഈ എൻക്വയറി നടക്കില്ല. നമ്മുടെ കൂടെ അങ്ങനെ ഒരു സാക്ഷിയോ തെളിവോ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മളൊരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റും ഒരു സിറ്റിസൺ ചാർട്ടർ പുറത്തിറക്കണം. അതിൽ ഏത് ഓഫീസർ എത്ര നാളിനുള്ളിൽ ജോലി തീർക്കണം എന്ന് എഴുതിയിട്ടുണ്ടാവും. ഒരുപക്ഷെ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ അയാൾ ആ ജോലി തീർത്തില്ലെങ്കിൽ ലോക്പാലിന് കംപ്ലൈന്റ് കൊടുക്കാം. അയാളുടെ സാലറി അന്ന് മുതൽ കട്ടാവും. അങ്ങനെ വരുമ്പോൾ അഴിമതി താനെ തെളിഞ്ഞുകൊള്ളും. നമ്മളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കൈക്കൂലി കിട്ടാത്തതുകൊണ്ട് ജോലി തീർത്തില്ല എന്ന പേരിൽ അത് ഡയറക്റ്റ് കറപ്ഷൻ അണ്ടറിൽ വരും. ഇതാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള മാറ്റം. പക്ഷേ സർക്കാർ ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ ലോക്പാൽ ബിൽ താങ്കൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടായാൽ, താങ്കൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കമ്മിറ്റി ഉണ്ടായാൽ ഈ രാജ്യത്ത് നിന്നും അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമോ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് സർക്കാർ പിന്നെ സിവിൽ സൊസൈറ്റി ഇത് രണ്ടും ചേർന്നൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി സിവിൽ നിയമം കൊണ്ടുവരണം. അതുപോലെ തന്നെ ലോക്പാൽ വരുന്നതുകൊണ്ട് 100% അഴിമതി ഉണ്ടാവില്ലെന്ന് എനിക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ കുറഞ്ഞത് 60 മുതൽ 65% വരെ അഴിമതി ഇല്ലാതാവും, ഉറപ്പ്. പാവപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെട്ട നീതി അവർക്ക് ലഭിക്കും. താങ്കളോടൊപ്പം ചേർന്ന് ലോക്പാൽ ബിൽ ഉണ്ടാക്കേണ്ട മന്ത്രിമാരെ പോലും താങ്കൾ കള്ളന്മാർ എന്നല്ലേ വിളിച്ചിരിക്കുന്നത്? കമ്മിറ്റി രൂപീകരിച്ച ഉടനെ ലോക്പാലിനെക്കുറിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ചിരുന്നു. നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു. നിയമനിർമ്മാണത്തെക്കുറിച്ച് അവരൊരു കാര്യം ആലോചിച്ച് കഴിഞ്ഞ ഉടനെ പിന്നീട് ഇവർ എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ സിവിൽ സൊസൈറ്റി മെമ്പേഴ്സിന്റെ പേരിൽ കുറ്റാരോപണം നടത്താൻ തുടങ്ങി. പ്രശാന്ത് ഭൂഷൺ, ശാന്തി ഭൂഷൺ വ്യാജ കുറ്റാരോപണം ഉണ്ടാക്കി. എന്തിന്? സിവിൽ സൊസൈറ്റിയിലുള്ളവർ പോകാൻ വേണ്ടി. ഫ്രസ്ട്രേറ്റായി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഹെഗ്ഡെ സർ, ജസ്റ്റിസ് ഹെഗ്ഡെ, ഹെഗ്ഡെ അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റം ആരോപിച്ചു. അദ്ദേഹത്തെയും ഫ്രസ്ട്രേറ്റ് ആക്കാൻ വേണ്ടി. അദ്ദേഹവും വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി. എനിക്ക് ഇതൊന്നും വയ്യ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്തിനു പോകണം? ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അന്ന് ഞാൻ പറഞ്ഞതാണ്, ഏതു മരത്തിലാണോ പഴമുള്ളത് ആ മരത്തെ നോക്കി അവർ കല്ലെറിയും. പഴമില്ലാത്ത മരത്തിലേക്ക് ആരാണ് കല്ലെറിയുക? അദ്ദേഹത്തിന് മനസ്സിലായി, ഹെഗ്ഡെക്ക്. പിന്നീട് കെജ്രിവാളും എന്റെ മേൽ കുറ്റം ആരോപിക്കാനായി തുടങ്ങി. ഇദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് ഒരുപാട് ഓഫീസേഴ്സിനെ പറഞ്ഞയച്ചു, എൻക്വയറി നടത്താൻ വേണ്ടി. എന്റെ ഗ്രാമത്തിലേക്ക് പോയി എന്റെ പ്രോപ്പർട്ടി എവിടേക്കുണ്ടെന്ന് നോക്കാൻ. ജീവിതത്തിൽ ഒരു സ്വത്തും സമ്പാദിക്കാത്ത എന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം അന്ന് അവരുടെ നടപടിക്രമങ്ങൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് കബളിപ്പിക്കൽ പ്രസ്ഥാനമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്നത് താങ്കളുടെ ട്രസ്റ്റിനെ കുറിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്നു.
ഞാൻ അതിന് തയ്യാറാണ്. എനിക്ക് ഇതൊന്നും ആദ്യത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഞങ്ങളുടെ പോരാട്ടത്തിലൂടെ മഹാരാഷ്ട്രയിൽ 2 സർക്കാർ വീണതാണ്. 2 സർക്കാർ വീണു. പിന്നീട് എന്താണ് സംഭവിച്ചത്? 6 മന്ത്രിമാർ പോയി, 4 ഓഫീസർമാർക്കെതിരെ നടപടിയുണ്ടായി. പിന്നീട് എന്റെ നേർക്ക് എൻക്വയറി തുടങ്ങി. ആ എൻക്വയറി നടക്കുന്ന സമയത്ത് അപ്പോൾ ബാൽ താക്കറെ ആയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, അണ്ണയുടെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണമെന്ന്. ചെയ്തോളൂ, അതുപോലെ നിങ്ങളുടെയും ചെക്ക് ചെയ്യൂ. എവിടുന്ന് വന്നു ഇത്രയും പണം? എന്നിട്ടും എനിക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായി. ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ട് ഒന്നും കിട്ടിയില്ല. അവസാനം ചീഫ് മിനിസ്റ്റർക്ക് എഴുതി കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി. എഴുതി തരേണ്ടി വന്നു, അണ്ണയുടെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ലെന്ന്. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നുമല്ല, നേരത്തെ പലതവണ നടന്നിട്ടുണ്ടിത്. കയ്യിലൊന്നുമില്ലാത്തവന്റെ അടുത്തുനിന്ന് എന്ത് കിട്ടാനാണ്? അണ്ണാ സാറ് പറഞ്ഞതുപോലെ ലോക്പാൽ ബില്ല് കൊണ്ടുവന്നില്ല എങ്കിൽ ആഗസ്റ്റ് 16 മുതൽ വീണ്ടും നിരാഹാരിക്കുന്ന പറയുന്നത്. ഗവൺമെന്റിന്റെ ഇടപെടലുകളൊക്കെ നമ്മളും പലതവണ കണ്ടതാണ്. അതായത് ഈ സമരം ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണ് നേരിടുക എന്ന്. സമൂഹത്തിനും രാജ്യത്തിനും നല്ലത് നടക്കണമെങ്കിൽ നമ്മൾ അതിന് തയ്യാറാണല്ലോ. ഭയപ്പെടാൻ എന്തിരിക്കുന്നു? അല്ല, ഈ കാര്യത്തിൽ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ബാബ രാംദേവിന് രാംലീല മൈതാനത്തിൽ അന്ന് രാത്രി നടന്ന ആ ഒരു സംഭവത്തിന് ശേഷം അവിടെ അക്രമ സംഭവങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായിട്ട് എല്ലാവരും സമരം ചെയ്യുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഗവൺമെന്റിന് ഒരു ധൈര്യം കിട്ടിയതുപോലെ ഉണ്ടായിരുന്നു. ആരെങ്കിലും സമരം ചെയ്ത അവരെയൊക്കെ അടിച്ചമർത്തണമെന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യുവാക്കൾ മുന്നോട്ട് വരണം. അവർ സമാധാനപൂർണമായി ഒരു അക്രമവും നടത്താതെ തന്നെ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന്, ഒരുപക്ഷെ അവർക്ക് ലാത്തിച്ചാർജ് നേരിടേണ്ടി വന്നാലും രക്തമൊഴുകിയാൽ പോലും തിരിച്ച് പ്രതികരിക്കാൻ പാടുള്ളതല്ല. ഒരുപക്ഷെ ബാബ രാംദേവ് സമരം നിർത്താൻ തയ്യാറല്ല എന്ന് എഴുതി കൊടുത്തിരുന്നുവെങ്കിൽ അന്ന് ഗവൺമെന്റ് അങ്ങനെ ചെയ്യില്ലായിരുന്നു. അതിന് ഗവൺമെന്റ് മാത്രമല്ല കാരണം, ബാബ രാംദേവ് അന്ന് നടന്ന സംഭവത്തിന് കാരണം. അല്ല, നമ്മൾ അതിലേക്ക് പോകേണ്ടതില്ല. നമ്മളിപ്പോ അതിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിൽക്കൂ, ഒരു മിനിറ്റ്. താങ്കളുടെ അടുത്തുള്ള ആൾ എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. ഞാൻ സാധാരണ ഒരു ഹൗസ് വൈഫാ. ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ഇല്ല. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്കാർ രാത്രിയിൽ എഴുതി തന്നിരുന്നാലും കുറഞ്ഞ പക്ഷം രാവിലെ വരെയെങ്കിലും കാത്തിരിക്കണമല്ലോ. അതല്ലേ ന്യായം? അതിനുള്ളിൽ എന്താ ഇത്ര ധൃതി? 6-ാം തീയതി രാത്രിയിലാ എഴുതി കൊടുത്തിരുന്നത്. രാത്രി 12 മണിക്ക് ലാത്തി ചാർജ് ചെയ്യാൻ ആരാ ഓർഡർ കൊടുത്തത്? എനിക്കതാ മനസ്സിലാവാത്ത. ഉറങ്ങിക്കിടക്കുന്നവരെ എന്തിനാ ആക്രമിച്ചേ? ബ്രിട്ടീഷുകാരുടെ കാലമൊക്കെ എനിക്കും അറിയാം. എനിക്കിപ്പോ 75 വയസ്സായി. സ്വാതന്ത്ര്യ സമരമൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാ. അതിൽ ഞാനും ഉണ്ടായിരുന്നു, എന്റെ അച്ഛനും ഉണ്ടായിരുന്നു, കുടുംബത്തിലുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ പോലും ഉറങ്ങുന്നവരുടെ മേത്ത് ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല. കഴിഞ്ഞ 62 വർഷമായിട്ട് കോൺഗ്രസ് പാർട്ടി എന്താ നേടിയെടുത്തത്? അത് ശരിയാ, ഞാനും അന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. രാത്രി സമയത്ത് ഉറങ്ങുന്നവരുടെ മേൽ, ഉറങ്ങിക്കൊണ്ടിരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ലാത്തിച്ചാർജ് നടത്തുന്നത് ജനാധിപത്യത്തിന്റെ കഴുത്തറുക്കുന്നത് പോലെയാണ്. ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞെരിക്കുന്നത്. അവര് പറയുന്ന ഒരു പ്രാവശ്യം കേൾക്കൂ. എനിക്ക് നേരെയായിരുന്നെങ്കിൽ ഞാൻ അടിച്ചോളം പറയുമായിരുന്നു ധൈര്യത്തോടെ. എന്റെ ഉടലിൽ ജീവൻ ഉള്ളിടത്തോളം അടിച്ചോ, അടികൊള്ളാൻ ഞാൻ തയ്യാറാണ്. വേറെന്ത് ചെയ്യാൻ കഴിയും? എല്ലാം രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ?